അല്ല അൽമിഷ് ഭായ്, വീട് പണിയൊക്കെ എന്തായി? ഒന്നും പറയണ്ട കുട്ടേട്ടാ, വീട് പണിയൊക്കെ കഴിഞ്ഞു. പെയിന്റിങ്ങിന് പണിയെടുത്തില്ല. അതിന് പേര് ആളെ തിരഞ്ഞു കൂടെ എടുക്കാം. യൂസ്ഫുല്ലേ, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു ചായ. എന്ത് തേങ്ങ ഇവിടെ കാണുന്നില്ല. അത് ഇന്ന് ഞായറാഴ്ച ഓഫാ തോന്നുന്നുണ്ട്. എന്താ രണ്ടാളും കൂടി ഇറങ്ങിക്കണോ? എന്താ രണ്ടാളും കൂടി തൗതാരിച്ചു കൊണ്ടുവരുന്നോ? തൗതാരിക്കേ ചങ്ങായി, ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ ജീവിക്കണ്? അനക്കെന്താ അറന്ന ബുദ്ധിയില്ലേ? രണ്ട് തമ്മേറന്മാരും കണക്ക് തന്നെയാണ്. അൽമിഷിൻ്റെ വീടിൻ്റെ പണിക്ക് പെയിൻറ്റിങ്ങിനെ ഒരാളെ തപ്പി ഇറങ്ങിയതാ. അൽമിഷേ, നമ്മളെ കുമാരൻ്റെ മകൻ ശശി ഉണ്ടല്ലോ, ഓനെ നോക്കിയല്ലോ നമുക്ക്. ശശിയോ? ശശി പെയിന്റിംഗ് അല്ല, ശശി പെയിന്റിംഗ് ആണ്. ഏത് ഓടയിലെ കിടക്കുന്നത് പോയി നോക്കോണ്ട്. കുട്ടേട്ടാ, അല്ലെങ്കിലേ കുടുങ്ങിക്കിടക്കാണ്. നിങ്ങളൊരു വൈക്കാക്കോ ഈ പെയിന്റിങ്ങനെ കൊടുത്തിട്ട്. എന്നാൽ അൽമിഷേ, നമുക്ക് ആ ശ്രീധരനെ വിളിച്ചാലോ? ഏയ്, അയാളിത് വർക്ക് വെച്ചല്ലോ കുട്ടേട്ടാ. അല്ല കുട്ടേട്ടാ, നിങ്ങളടുത്ത് ഈ ഏടാകൂടത്തപ്പെട്ട ആൾക്കാരല്ലാത്ത നല്ല ആൾക്കാരൊന്നും നിങ്ങളുടെ കസ്റ്റഡിയില്ലേ? അല്ല യൂസഫ് അലിയെ, എൻ്റെ അടുത്ത് വല്ല ആൾക്കാരുണ്ടോ? ആളൊക്കെ ഉണ്ട്, പക്ഷെ ഓനെ വിളിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല. നമ്മള് ഷെഫീക്ക്. ഏത്, നമ്മളെ മയമാക്കാൻ്റെ ചെറുക്കനോ? ആ ശരി ശരി. അല്ല, എന്താ ഓന് കുഴപ്പം? അല്ല, ഒരു കുഴപ്പമില്ല. അൽമിഷോയെ, കഴിഞ്ഞ ആഴ്ച കൂടിയിരുന്നില്ല മറ്റേ ഇബ്രാഹിം രാജര്? ആ 3 കോടി ഉറുപ്പ്യ മുടക്കിയിട്ട് കയറ്റിയ പേരാ. അതിന്റെ പെയിന്റിങ് ആരാ? അത് ഈ ഷെഫീക്കല്ലേ? ആ കുടിയിരിക്കലിന്റെ അന്ന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അറിയോ? ഇപ്പം എങ്ങനെയുണ്ട്? ഓൻ പ്രശ്നക്കാരനെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ? എന്താ അവിടുത്തെ ഒരു കാര്യം പറയുമ്പോൾ അലക്കുമ്പോൾ കുടുകൾ വർത്താനം. ഇതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. ഹൗസ് വാമിന്റെ അന്ന് രാവിലെ നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഹൗസ് വാമിന്റെ അന്നേ അവരെ മുമ്പിലുള്ള 3 തൂണുണ്ടല്ലോ, ആ 3 തൂണിലും 3 തൊള. എന്താ തൂണിന്റെ ഫിനിഷിങ് കണ്ടിട്ടേ ഒറിജിനൽ തേക്കാന്ന് വിചാരിച്ച മരം കൊത്തികൾ വന്നിട്ടേ കൊത്തിയിട്ട് കൂടുണ്ടായിക്കുന്നു. അതിന്റെ ഉള്ളിലത്തെ കമ്പി അടക്കം മുറിഞ്ഞു പോയിക്കണോ. അത്രയ്ക്ക് ഫിനിഷിങ് അവന്റെ വർക്ക്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും.